നമസ്കാരം. കോഴിക്കോട് 3 അധ്യാപികമാർ ലഹരി കേസിൽ അറസ്റ്റിലായ വിവരം നമ്മൾ എല്ലാവരും 2 ദിവസങ്ങൾക്ക് മുൻപേ അറിഞ്ഞു. വളരെ ഗൗരവമായിട്ട് സമൂഹം ചർച്ച ചെയ്യേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. അധ്യാപകർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ, പ്രത്യേകിച്ച് അധ്യാപികമാർ കുട്ടികളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കുട്ടികളെ നേർവഴിക്ക് നടത്തുന്നവരാണ് എന്നതാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം അധ്യാപികമാരെ കുറിച്ച്. പുരുഷ അധ്യാപകരെക്കാളും കുറച്ചുകൂടി കൂടുതൽ നമുക്കൊരു അടുപ്പം തോന്നിക്കുന്നതും നമ്മൾ ആശ്രയിക്കുന്നതും അധ്യാപികമാരെയാണ് അല്ലേ, അല്ലെങ്കിൽ സ്ത്രീ അധ്യാപകരെയാണ്. അവരൊക്കെ ഇങ്ങനെ മുൻകൈ എടുക്കുന്നത് എന്തൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ വരുന്ന തലമുറയ്ക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കും, അവർക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണിത്. ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അഭിമുഖം നടത്തി അല്ലെങ്കിൽ ഒരു എഴുത്തു പരീക്ഷ നടത്തി കുറേ A4 ആപ്പിൾ B4 ബോൾ മാത്രം ചോദിച്ചെടുത്താൽ പോരാ. ഇങ്ങോട്ട് സർവീസിലേക്ക് എടുക്കുന്നതിന് മുൻപ് ഇവരുടെ എല്ലാം മൂല്യം, ഇവരുടെയൊക്കെ സങ്കല്പം, യുവതലമുറയെ സ്വാധീനിക്കാനുള്ള ശേഷി, എന്തൊക്കെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നാണ് ഇവർ പ്രവർത്തിക്കാൻ പോകുന്നത്, ഇവരുടെയൊക്കെ കപ്പാസിറ്റി, അതിനുള്ള കപ്പാസിറ്റി എത്രത്തോളമാണ്, സാമൂഹ്യ പ്രതിബദ്ധത എത്രത്തോളമാണ്, ഉത്തരവാദിത്ത ബോധം എത്രത്തോളമാണ്, തൻ്റെ ജോലിയെക്കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവർ കരുതുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടി മുൻഗണന കൊടുക്കണം. അല്ലാതെ വെറുതെ അച്ചിലിട്ട് വാർത്തങ്ങ് ടീച്ചർമാരെ എടുത്ത് വെച്ചാൽ പോരാ. ഈ വിവരം ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ അധ്യാപകരൊക്കെ ലഹരിയുടെ കച്ചവടം ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചാൽ എന്തായിരിക്കും സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഒരു സ്കൂളിനെ കേന്ദ്രീകരിച്ച് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക വിചാരിച്ചാൽ മതി, ഒരു കുട്ടിയിൽ നിന്ന് തുടങ്ങിയാൽ മതി ഒരുപാട് കുട്ടികളിലേക്ക്, ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് അതിൻ്റെ ഉപയോഗവും കച്ചവടവും ഒക്കെ വ്യാപിപ്പിക്കാൻ സാധിക്കും. കുട്ടികളെ പൈസ കാണിച്ചും അല്ലെങ്കിൽ ലഹരി കൊടുത്തുമൊക്കെ മയക്കിയെടുത്ത് അധ്യാപകർ ഇങ്ങനെ ഒരു ചൂഷണം നടത്തുന്നതിനെ പറ്റി നമ്മുടെ ഒന്നും ദുസ്വപ്നത്തിൽ പോലും ഒരു കാലത്ത് വന്നിരുന്നില്ല. പക്ഷെ അതുവരെ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇവരൊക്കെ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ്. ഈ അധ്യാപികമാരിൽ കീർത്തന എന്ന അധ്യാപിക ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള സൂംബ ഡാൻസിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപികയായിരുന്നു. സൂംബ ഡാൻസ് ക്ലാസ്സിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആളാണെന്ന് പറയുന്നു. ഈ വേല് തന്നെ വിളവ് തിന്നുക എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് അത് കാണുന്നത്. കുട്ടികളെയൊക്കെ ചതിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവർ കുട്ടികൾക്ക് അത് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും, കുട്ടികളെ ഉപയോഗിക്കാൻ പ്രലോഭിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും ഇവരുടെ അധ്യാപകരായിരുന്നു എന്നത് തന്നെ ആ കുട്ടികളോട് ചെയ്യുന്ന വലിയ ചതിയാണ്. ഇവർക്കൊക്കെ എത്ര മൂല്യമുണ്ട്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലാണ് ലഹരിയിലേക്ക് കടക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവരെല്ലാം വിവാഹമോചിതരായിരുന്നു എന്നുള്ളതാണ്. ഈ പിടിക്കപ്പെട്ട 3 അധ്യാപികമാരിൽ 2 പേരും വിവാഹമോചിതരായിരുന്നു. മറ്റേ ആൾക്ക് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയാണെന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്, നമുക്കറിയില്ല. ഏതായാലും 2 അധ്യാപികമാർ വിവാഹമോചിതരായിരുന്നു. ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിലെ ഭാരമൊക്കെ തന്നെ വഹിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ കൂടുതൽ സാമ്പത്തികത്തിന്റെ ആവശ്യം വരുന്നു. ഇപ്പോൾ ഒരു ജോലിയുണ്ട്, അന്തസ്സുള്ള ഒരു ജോലിയുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയാതെ വരുന്നു ഇവരുടെയൊക്കെ ആഡംബരത്തിനും ആവശ്യത്തിനും. ഉടനെ തന്നെ എളുപ്പ വഴിയിലേക്ക് തിരിയുകയാണ്. ലഹരി കച്ചവടമെങ്കിൽ ലഹരി കച്ചവടം. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്കും 10 കാശുണ്ടാക്കണം, കാശുള്ളവരെ ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ എന്ന രീതിയിലുള്ള മോശമായിട്ടുള്ള ഒരു സന്ദേശം സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ച് പ്രാവർത്തികമാക്കി കുട്ടികളുടെ മുന്നിൽ മോശം മാതൃകകളാകുകയായിരുന്നു ഈ അധ്യാപകർ. കൊച്ചു കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അധ്യാപകർ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ, അധ്യാപകർക്ക് ഉപയോഗിക്കാമെങ്കിൽ നമുക്കും അത് ഉപയോഗിക്കാമല്ലോ. അധ്യാപകരല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഉത്തമമായ മാതൃകകൾ, അവരല്ലേ നമ്മൾ അനുകരിക്കേണ്ടത്, അവരല്ലേ നമ്മളെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ അതിനെ അനുകരിക്കാൻ ശ്രമിക്കും. ടീച്ചറിന് ഏതെങ്കിലും ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയാൽ അത് വീട്ടിൽ വന്ന് നമ്മൾ തിരുത്തി കൊടുത്താലും കുട്ടികൾ സമ്മതിക്കില്ല. തീരെ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഒരു കാലത്തും അവർ സമ്മതിക്കില്ല. ടീച്ചർ പറയുന്നതാണ് ശരി, ടീച്ചർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ഈ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ വഴിതെറ്റിക്കുകയാണ് ഇങ്ങനെയുള്ള അധ്യാപകർ. അതുപോലെ തന്നെ മാതാപിതാക്കളോടും സമൂഹത്തോടാകുകയും ചെയ്യുന്ന ഒരു ചതി കൂടിയാണ്. നമുക്ക് വീട് കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന് നമ്മൾ കരുതുന്നത് വിദ്യാലയമാണ്. നമ്മുടെ വീട്ടിലേക്കാളും കുട്ടികൾ ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് വിദ്യാലയത്തിലാണ്, അവരുടെ അധ്യാപകർക്കൊപ്പമാണ്. അപ്പോൾ ആ അധ്യാപകർ ഏറ്റവും മോശക്കാരാണെങ്കിൽ അതുപോലെ മോശക്കാരാകാനുള്ള സാധ്യതയേ ഉള്ളൂ ആ വിദ്യാർത്ഥികളും. ഈ കലത്തിലുള്ളതല്ലേ തവിയിൽ കിട്ടൂ എന്ന് പറയുന്നത് പോലെ അവരിൽ എന്തുണ്ട് അതല്ലേ ഈ കുട്ടികളിലേക്കും അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ലേ ആ കുട്ടികളിൽ
വീടുകളിൽ മിച്ചമുണ്ടാവുകയുള്ളൂ. അതല്ലേ ഇനി നാളത്തെ സമൂഹത്തിലേക്ക് അവർ കരുതി വെക്കാൻ പോകുന്നത്? നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവർ കൊടുക്കാൻ പോകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് കണ്ട് വളരുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണ് ഇല്ലാതെയാകുന്നത്. നമ്മളിലെല്ലാം ഇപ്പോൾ ആശങ്കയാണ് ഉണ്ടാകുന്നത്. വിശ്വസിച്ച് സ്കൂളിലും വിടാൻ പറ്റില്ലേ? ഒന്നാമതെ വീട്ടിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല. ബന്ധുക്കളും മറ്റ് സ്വന്തം അച്ഛനെയും സഹോദരന്മാരെ പോലും പെൺകുട്ടികളുള്ള വീടുകളിൽ നമുക്ക് വിശ്വസിച്ച് നിർത്താൻ താമസിപ്പിക്കാൻ പറ്റാത്ത ഒരു കാലം. അയൽവക്കക്കാരെ വിശ്വസിക്കാൻ പാടില്ല. എവിടെങ്കിലും ഒരു കലാരൂപം പഠിപ്പിക്കാൻ വിട്ടാൽ അവിടെ വിശ്വസിക്കാൻ പാടില്ല. ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടാൽ, ഒരു സ്കൂൾ വാനിൽ വിട്ടാൽ ഒന്നും നമുക്കൊരു വിശ്വാസമില്ല. ഇപ്പോൾ വിദ്യാലയങ്ങളും ഇങ്ങനെയായി. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ലഹരി കേസുകളിൽ ഉണ്ടാകുന്ന ഒരു നടപടിയല്ല ഇവർക്ക് കൊടുക്കേണ്ടത്. മാതൃകാപരമായിട്ടുള്ള ഒരു നിയമ നടപടിയാണ്. സമൂഹത്തിനാകെയും ആശ്രയിക്കേണ്ടി വരുന്ന അധ്യാപകരാണ് ഇങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ ഇവരൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്, സൂംബ ഡാൻസ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നു. ലഹരി ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. അത് വരുന്ന സമൂഹത്തെ എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നും അറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട്, ഒരു തെറ്റ് അറിഞ്ഞു വെച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരിത്. ഇന്നലെ വരെ തങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ ഇന്ന് ലഹരി കേസിൽ അകത്തായി. അവരെ ചോദ്യം ചെയ്യുന്നു, അവരെ സമൂഹം വിമർശിക്കുന്നു, അവർ കുറ്റവാളികളായി സമൂഹത്തിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ജയിലിൽ കഴിയുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അറിയുമ്പോൾ ആ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന, ഇവർ പഠിപ്പിച്ചിരുന്ന ആ കുട്ടികളിൽ, ഇവർ കൈകാര്യം ചെയ്തിരുന്ന ആ കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ അവരുടെ മാനസികാരോഗ്യത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഈ ഒരു ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇത്രയധികം കേസുകൾ ഇവിടെ പിടിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ ലഹരിയുടെ വ്യാപനത്തിന് വഴിവെച്ചത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണമാണ്. ഒന്നും ചെയ്തില്ല സർക്കാർ, ഇവിടെ ഒന്നും ചെയ്തില്ല അതിനെതിരെ. കുറെ സൂംബ ഡാൻസ് കളിച്ചും അവിടെയും ഇവിടെ നിന്ന് തുള്ളിച്ചാടി മന്ത്രിമാരൊക്കെ ഡാൻസ് കളിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കുമോ? വളരെ എഫക്റ്റീവായിട്ട് ഇപ്പോൾ കേസുകളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഇപ്പോൾ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കണ്ണികൾ നീളുകയാണ്. സമൂഹത്തിൽ ഒരുമാതിരിപ്പെട്ട യുവാക്കളെല്ലാം ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അവരെയൊക്കെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പണിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് നോക്കുന്നു, അപ്പോൾ അതിലെന്തോ ഒരു സുഖമുണ്ട്, ആ ബോധം നശിക്കുന്നു, സ്വബോധമില്ലാതെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഓർക്കണ്ട, ടെൻഷൻ മാറുന്നു. ഈ മദ്യപിക്കുന്നത് പോലെ തന്നെ ഇവരിതിൻ്റെ ഉപയോഗം തുടങ്ങുന്നു. അതിനോടൊപ്പം തന്നെ ഇവർക്ക് വലിയ തുകയും കൂടെ കയ്യിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഇരട്ടി സന്തോഷം. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു രസവുമുണ്ട്, കുറേ സാമ്പത്തികവും കിട്ടും. അതിലേക്ക് പിന്നെ ആളുകളെ ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ലതാണ് എന്ന് പറഞ്ഞ് കുറേശ്ശെ വീതം കൊടുത്ത് ചതിയിൽപ്പെടുത്തുകയാണ്. ഇതൊരു കെണിയാണ്. പിന്നെ ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള കെണികളിലേക്ക് അധ്യാപകരും ഡോക്ടർമാരും ഒക്കെ വന്ന് ചാടുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഒരുപാട് ഡോക്ടർമാരെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊന്നും അല്ല ലഹരി കേസുകളിൽ പിടിയിലാകുന്നത്. ഇവർക്കൊക്കെ ആഡംബര ജീവിതം വേണം, കിട്ടുന്നത് തികയുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നത് പോരാ, ഒരുപാട് വേണം എന്ന ചിന്തയിലാണ് ഇങ്ങനെ ലഹരി കച്ചവടത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കുട്ടികൾ ഒരു മാതൃകയാക്കിക്കൂടാ. പറ്റുമെങ്കിൽ ഇത്തരം വാർത്തകളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തുക. കുട്ടികൾ ഇത്തരം വാർത്തകൾ അറിയാതിരിക്കാൻ നമ്മൾ മുതിർന്നവർ ബോധപൂർവം ശ്രമിച്ചാൽ നന്നായിരിക്കും. ഏതായാലും അധ്യാപകരെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ, അല്ലെങ്കിൽ നിലനിന്നിരുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. നേരെ വിപരീത ദിശയിലേക്ക് ലോകം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആശങ്കയുണ്ട്. നമുക്കൊക്കെ ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുക. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക.